ഇവിടെയൊക്കെ നിറച്ചും ലേക്ക് ഉണ്ട്, ഇഷ്ടംപോലെ തേരികൾ. എന്താ പറയാ, ലേക്ക് കുളമല്ല, തടാകങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ കിടന്നപ്പോ നല്ല രാത്രി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ബാക്കി എല്ലായിടത്തും ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ്. നോക്കിയ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഞാൻ ഇത് സാറ്റലൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറച്ചും വെള്ളം. അപ്പോൾ മനസ്സിലായി ഇവിടെ തണുപ്പ് അതുകൊണ്ടാണ് വന്നേക്കുന്നത്. നല്ല കാറ്റും മലകളുള്ളതുകൊണ്ട് നല്ല കാറ്റ് വരുന്നുണ്ട്. അതേമാതിരി തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് തണുത്ത കാറ്റുമാണ് വന്നുകൊണ്ടിരുന്നത്. സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. ബാക്കിയുള്ളടത്ത് വേറെ എവിടെയെങ്കിലും ഇതിനു മുമ്പ് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് ചൂടെടുത്ത് ആകെ ബുദ്ധിമുട്ടായേനെ. ഫാനിട്ടാലും നല്ല പുകച്ചിലായിരിക്കും വണ്ടിക്കകത്താകുമ്പോൾ. കാരണം കുറച്ച് ഗ്ലാസ് തുറന്നിടാൻ പറ്റുള്ളൂ, മുഴുവനായിട്ടൊന്നും തുറന്നിട്ട് കിടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കണ്ടോ, ഇത് സീനറിയാന്ന് നോക്കിയ നമ്മുടെ നാടിൻ്റെ. പ്രത്യേകിച്ച് നല്ല റോഡും ഇതേമാതിരി നല്ല സീനറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് ഒട്ടും ടയേർഡാവില്ല. നമ്മുടെ കണ്ണ് നല്ല കുളിർമയായിട്ടിരിക്കുന്നതുകൊണ്ട് കണ്ണ് നമുക്കൊരു വേദന എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം റോഡിൻ്റെ സൈഡിലും പ്രത്യേകിച്ച് സെൻറ്ററിൽ നല്ല മീഡിയൻ ഉണ്ട്. മീഡിയനയിൽ ഇഷ്ടം പോലെ ചെടികൾ വെച്ചിട്ട്, കാരണം നമുക്കത് കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ ചെയ്യുന്ന ഓരോ രീതികളാണ് അതൊക്കെ. ഇതേമാതിരത്തെ ചെടികൾ വെച്ച് അതിനെ പരിപാലിക്കുന്നതൊക്കെ. ഇതൊക്കെ നല്ലപോലെ വെള്ളം ഒഴിച്ച് വേണം ഇവിടെയൊക്കെ ചെയ്യാൻ. കാരണം ഇവിടെയെങ്കിലും മഴ പെയ്യലൊക്കെ കുറവാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാതിരി അധികം മഴയൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതാണ്ട് ഒരു കല്യാണ മണ്ഡപമാണ്. ഇപ്പൊ ഇനി മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ ഏകദേശം റോഡിൽ സാധാരണ കാണുന്ന മാതിരിയുള്ള കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും. അപ്പം ഇതാണ് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നത്. വണ്ടിയുടെ ഈ വീഡിയോ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് 2 ടൈപ്പ് ലോഡ്. ഒന്ന് കോയിലും രണ്ടാമത് TMT. ഇത് സാധാരണ TMT കയറ്റുമ്പോൾ ചെയ്യുന്ന രീതിയും കോയിൽ കയറ്റുമ്പോൾ ഉള്ള രീതിയുമാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ വണ്ടി റിവേഴ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന, ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ഇതേപോലെ അടുത്ത നല്ല നല്ല വീഡിയോകൾ കാണാനുള്ള ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. പറ്റുന്നിടത്തോളം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നേ ഉള്ളൂ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരും. അതല്ലെങ്കിൽ എനിക്കറിയാം, എനിക്ക് എൻ്റെ സീനിയേഴ്സായിട്ടുള്ള പലരും ഉണ്ട് ഇതിനകത്ത് വർഷങ്ങളായിട്ടുള്ളവർ. അവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ അതിലൂടെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പം ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് കൃഷ്ണഗിരിക്കാണ് പോകുന്നത്. ചെന്നൈയിൽ നിന്നാണ് ലോഡ് ചെയ്തത്. ഒരു 100-150 കിലോമീറ്റർ നൈറ്റായിരുന്നു ഓടി. 7 മണിയായപ്പോൾ ലോഡിങ് കഴിഞ്ഞാണ്. ഇപ്രാവശ്യം കയറ്റിയത് TMT ആണ്. TMT കയറ്റിയിട്ട് അത് കൃഷ്ണഗിരിക്കാണ് പോകുന്നത്. കാണിച്ചു തരാം. അതിനകത്ത് 8mm, 10mm, 20, 25mm ഇങ്ങനെ പല ടൈപ്പിലുണ്ട്. 8mm ഇത് പല സൈസ് ഇതാണ് കയറ്റിയേക്കണത്. ഇപ്പം ഉണ്ടോ, ബാക്കി പോയിട്ട് കാണിച്ചു തരാം. രണ്ട് വണ്ടി. ഇതെൻ്റെ പഴയ ശിഷ്യനും ഇപ്പോൾ ഉള്ളത് പുതിയ ശിഷ്യനുമാണ്. ഇത് 25-ൻ്റെ ആണ്. ഇത്
8 20 അതിന് മേളിൽ 10 ഉണ്ട്. ഓക്കെ, ഇവൻ എൻ്റെ പഴയ ശിഷ്യൻ, ലോന്റെ അടുത്ത ശിഷ്യൻ. വീണ്ടും പുതിയ വീഡിയോയുമായി ഇത് രഞ്ജിത്ത് അല്ല പ്രശാന്ത്, മറ്റേ രഞ്ജിത്ത്. അവന് വണ്ടി കയറി. ഇത് പ്രശാന്ത് ഇനിയിപ്പോൾ വണ്ടി കയറാനുള്ളതാണ്. ഇപ്പം ഇതൊരു കോയിൽ കയറ്റിയ വണ്ടിയാണിത്. നമ്മുടെ വണ്ടിയല്ല, വേറെ വണ്ടിയാണിത്. ഒരു വേറെ കമ്പനിയുടെ വണ്ടിയാണിത്. കോയിൽ കയറ്റി ചെയ്യണതാണ്. ഇത് പ്ലാറ്റ്ഫോമിന് ഉപയോഗിക്കുന്ന കോയിലില്ലേ, അത് വണ്ടിയുടെ ഈ പ്ലാറ്റ്ഫോമിനൊക്കെ ഇടുന്ന കോയിലാണിത്. അപ്പം ഇതിനെ സെക്യൂർ ചെയ്യണം എങ്ങനെ ജസ്റ്റ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ചെയ്തേക്കുന്ന 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും നടുക്കൂടെ ഇട്ടിട്ടുണ്ട്. ചെയിനിന് നീളമുള്ളപ്പോൾ ഇടാവുന്ന രീതിയാണ്. അപ്പം ഇതിപ്പോൾ ചെയ്തേക്കുന്നത് 3 ചെയിൻ ഉപയോഗിച്ച് തന്നെ ഇട്ടേണതാണ്. അതായത് 2 സൈഡും ഡീഷാക്കിൽ ഇടണം. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എടുത്തിട്ട് ചെയിൻ എടുത്ത് ഒരു സൈഡിൽ എൻഡിലായിരിക്കും ചെയിൻ ഡീഷാക്കിലിനകത്ത് ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത സൈഡിൽ വരുമ്പോൾ അതിനെ ടൈറ്റ്നർ കൊണ്ട് വലിച്ച് ചെയിൻ ഏറ്റവും കൂടുതൽ വലിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഡീഷാക്കിലിട്ട് അവിടെ ഏറ്റവും ലാസ്റ്റത്തെ കണ്ണിക്കകത്തായിരിക്കും നമ്മൾ ഇടുന്നത്. ഇതിനെ ഏറ്റവും അറ്റത്തേക്ക് മാറ്റി വെക്കണം. ആദ്യം തന്നെ ഏറ്റവും അറ്റത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷമായിരിക്കും ഡീഷാക്കിലിട്ടിട്ട് ഇതിനെ ലോക്ക് ചെയ്ത് വെക്കുന്നത്. അതിന് ശേഷം ഇതിനെ ടൈറ്റ് ചെയ്യും. ഇത് എല്ലാ ചെയിനും അതേമാതിരി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറയുന്നതാണത്. അപ്പോൾ ഈ ഇത് ടൈറ്റ്നർ എന്ന് പറയും. ടൈറ്റ്നറിന് ഏറ്റവും അറ്റത്ത് ഇതിൻ്റെ പീരീഡ് ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്ന് വെക്കും. മാക്സിമം ലാസ്റ്റിലേക്ക് വെച്ചിട്ടായിരിക്കും ഇത് വലിച്ചിട്ട് ഈ ഡീഷാക്കിലിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ടൈറ്റ്നർ ടൈറ്റ് ചെയ്യുന്നത്. ഇതിന് ചെറിയൊരു ലിവർ ഉണ്ടാവും. ആ ലിവർ ഈ കമ്പിയുടെ അകത്തൂടെ കയറ്റിയിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കും. അപ്പം ഇത് ടൈറ്റായി ലോക്കാവുക ചെയ്യണത്. അത് 3 ഒരേമാതിരി ലോക്ക് ചെയ്യണം. നല്ല ടൈറ്റായിട്ടിരിക്കണം. ഇപ്പോൾ കറക്റ്റ് ടൈറ്റായിട്ടായിരിക്കണത്. എൻ്റെ ടൈറ്റ്നർ ലൂസാണെന്നുണ്ടെങ്കിൽ, ടൈറ്റ്നറിൻ്റെ പിരി ലൂസാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഇതിപ്പോൾ ഇത്രയും വരെ ടൈറ്റായിട്ടുള്ളൂ. എന്നാൽ ഇത് ഇച്ചിരി കൂടുതൽ ടൈറ്റായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ വലിവ് കിട്ടണം. ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഫ്രണ്ടിൽ നിന്നുള്ള ടൈറ്റ്നർ നല്ലപോലെ വലിച്ചു പിടിപ്പിക്കും. ഇത് അത്രയും വലിക്കേണ്ട വരില്ല. കാരണം ഇത് രണ്ടും നല്ലോണം വലിച്ചതിന് ശേഷം സെൻറ്ററിൽ ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്നതാണത്. ഇത് ഒറീസയിൽ നിന്ന് വന്ന ലോഡാണത്. ഒറീസയിൽ നിന്ന് കോയമ്പത്തൂർക്കാണ്. അപ്പോൾ ഇത്രയും ലോങ് പോകുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി കൂടുതൽ വേണം. സെക്യൂർ ആക്കേണ്ടത് കൂടുതൽ സമയം വണ്ടി ഓടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ 3 ചെയിൻ ഇട്ടേക്കുന്നത്. ഒരു ഇതിന് തന്നെ കോയിലിന് തന്നെ 3 ചെയിൻ ഇട്ടേക്കുന്നത്. 20 ടൺ വരുന്ന ഒരു കോയിലായിരിക്കും. ഒരു കോയിൽ 20 ടണ്ണായിരിക്കും അത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന അറിയില്ല. കാരണം റോഡിൻ്റെ സൈഡിലായതിൻ്റെ പേരിൽ സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേൾക്കാൻ. ഇത് TMT ഞാൻ പറഞ്ഞല്ലോ. TMT ഇട്ടേക്കണമെന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. കാരണം TMT നമ്മൾ പുറത്തുനിന്ന് ലോഡ് ചെയ്യുമ്പോൾ JSWൻ്റെ കമ്പനിയിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ലോഡ് ചെയ്യുമ്പോൾ ഗൂസ് പൈപ്പ് ഇട്ടതിന് ശേഷം, ഈ പൈപ്പ് ഇട്ടതിന് ശേഷം ഇതിപ്പോൾ 6 ഇട്ടിട്ടുണ്ട്. 6 ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ഫുൾ ലോഡാണ് വണ്ടി. അതുകൊണ്ട് 6 ഗൂസ് പൈപ്പ് ഇട്ടേക്കുക, ഫുള്ള് പൈപ്പ് ഇട്ടേക്കാണ്. കാരണം ഇത് ഒട്ടും സൈഡിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഗൂസ് പൈപ്പ് ഇട്ടതിന് ശേഷം ലോഡ് ചെയ്യിക്കും. ഇത് ഹൈഡ്ര വെച്ചിട്ടാണ് ലോഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പം കമ്പനിയിൽ JSW കമ്പനിയിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാഗ്നറ്റ് വെച്ചാണ് ലോഡ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഗൂസ് പൈപ്പ് ഇടാൻ പറ്റില്ല. കാരണം മാഗ്നറ്റ് കയറി പൈപ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഇത് വളഞ്ഞു പോവും. ചിലപ്പോൾ അത് ഡാമേജ് ആവും. അതുകൊണ്ട് ഇത് ഇടാറില്ല.
ഇങ്ങനെ ചെയ്ത് വെച്ചാണ്. ഇതിപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ഇതൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ടാണ് ഇതേമാതിരി ഈ ഒരു തുണി കെട്ടിയിട്ടേക്കണത്. നമ്മുടെ ഇത് ഉണ്ടായിരുന്നുള്ളൂ ഇടാനായിട്ട്, അതുകൊണ്ടാണ് ഇത് ഇട്ടേക്കണത്. ഓക്കെ, അപ്പം ഇതാണ്. ഇതിന് അധികം പടിയില്ല, പക്ഷേ കോയിൽ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇത് ഇച്ചിരി കൂടി ഒരു 50-55 കിലോമീറ്റർ സ്പീഡ് 60 കിലോമീറ്റർ സ്പീഡിൽ പോയാലും കുഴപ്പമില്ല. രാത്രിയൊക്കെ, പകൽ ഇത് ഓടിക്കരുത്, കാരണം ടയർ നല്ലോണമൊക്കെ ചൂടാവും എന്നുള്ളതുകൊണ്ട്. അപ്പം അല്ലാതെ വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നും വരില്ല, സ്പീഡിൽ പോയാലും കമ്പിയൊന്നും അത്രയും പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ ആ സാധനം കോയിൽ കൊണ്ടുപോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ശ്രദ്ധിച്ച് കൊണ്ടുപോയില്ലാണ്ടെങ്കിൽ പണിയാണ്, ഉറപ്പായിട്ടും പണി കിട്ടും. ഇപ്പം ഓൾറെഡി 2 വണ്ടി ഈ കഴിഞ്ഞ മാസം അപകടം ഉണ്ടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം കമ്പനിയിൽ കയറുമ്പം എന്തായാലും കോയിൽ കയറ്റി ഓടിക്കാത്തവരെ വണ്ടിക്കകത്ത് കയറ്റില്ല. ഇത് പ്രശാന്തിൻ്റെ വണ്ടി കൊടുക്കുകയാണ് ഇപ്പം. പ്രശാന്ത് ഇതിപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യുന്നതെന്നുള്ളത്, ഒന്ന് നോട്ട് ചെയ്യുക. അറിയാം, എന്നാലും ഒന്നും കൂടി പറഞ്ഞു തരണം, മറ്റുള്ളവർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണത്. അപ്പം ഒരു സെക്കൻഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി, ഇത് ട്രെയിലറാണ്. നമ്മുടെ സാധാരണ വണ്ടി മാതിരി ഈ വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റില്ല. റിവേഴ്സ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു 5 മീറ്ററെങ്കിലും പുറകോട്ട് പോകുമ്പോഴേക്കും ഈ വണ്ടിയുടെ ടെയില് അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തിരിയും. അത് ചിലപ്പോൾ ലെഫ്റ്റ് തിരിയാം, ചിലപ്പോൾ റൈറ്റ് തിരിയാം, റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും അത്. ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡാണ്, നല്ല ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രതലമാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദൂരം ഈ വണ്ടി ഒന്നും ചെയ്യാതെ തന്നെ നേരെ അങ്ങ് പോകും. ഒരു ഇച്ചിരി ചരിവോ അല്ലെങ്കിൽ ഒരു കയറ്റോ, ഒരു ചെറിയൊരു കട്ടിങ്, ഒരു 1 mm അല്ലെങ്കിൽ 2 mm കട്ടിങ് കിട്ടിയാൽ മതി ട്രെയിലർ മാറാനായിട്ട് റിവേഴ്സ് പോകുമ്പോൾ. അപ്പോൾ അത്രയും കുഴപ്പക്കാരാണ് ഈ ട്രെയിലർ എന്ന് പറയുന്ന സംഭവം. ഇതിനെങ്ങനെ നേരെ കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയുന്ന ഒരു രീതി, ഇത് പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പം എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് തിരിച്ചാൽ മതി എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. ഓപ്പോസിറ്റ് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഏത് വഴിക്ക് പോകുമെന്നുള്ളതിനെ പറ്റി അവർക്കറിയില്ല. ഇടത്തോട്ട് തിരിച്ച വലത്തോട്ട് പോകുമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് കറക്റ്റാണ്, അത് തന്നെയാണ് ചെയ്യുന്നത്. ഇടത്തോട്ട് തിരിച്ച വലത്തോട്ട് പോകുന്നതാണ് വണ്ടി. പക്ഷെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വണ്ടി സ്ട്രെയിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ റിവേഴ്സ് പോകുമ്പോൾ റിവേഴ്സ് സ്ട്രെയിറ്റ് എടുക്കാം. ആ സ്ട്രെയിറ്റ് എടുക്കുന്ന ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ വണ്ടി തിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര കണ്ട് തിരിയണം, അത് കഴിഞ്ഞിട്ട് എപ്പോൾ അതിനെ നേരെ ആക്കണം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും. കാരണം നമ്മൾ വലിയ വണ്ടി ഓടിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് സ്ട്രെയിറ്റ് പോകാനായിട്ട് നമ്മൾ റിവേഴ്സ് എടുത്ത് തുടങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടിയുടെ ട്രെയിലർ ലെഫ്റ്റിലേക്ക്, വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിലർ ലെഫ്റ്റിലേക്കാണ് മാറുന്നതെന്നുണ്ടെങ്കിൽ മിററിനകത്ത് നോക്കി ഓടിക്കുമ്പോൾ മിററിനകത്ത് നോക്കുമ്പോൾ ലെഫ്റ്റിലേക്കാണ് മിറർ മാറുന്നതെങ്കിൽ ഏത് സൈഡിലേക്കാണോ നീങ്ങുന്നത് ആ സൈഡിലേക്ക്, ഇപ്പം ട്രെയിലർ ബാക്കിലേക്ക് എടുത്തു, അത് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുവാണ്. ട്രെയിലർ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുന്നത് മിററിൽ കണ്ടു കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഓടിക്കുക. ലെഫ്റ്റിലേക്ക് തന്നെ ട്രെയിലർ ഏത് സൈഡിലേക്ക് നീങ്ങുന്നോ ആ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഓടിച്ചു കൊടുക്കുക. എത്ര നീങ്ങുന്നോ അതനുസരിച്ചിട്ടാണ്. കുറച്ച് നീങ്ങി തുടങ്ങി അപ്പം തന്നെ റൈറ്റിലേക്ക്, ഇപ്പോൾ ലെഫ്റ്റിലേക്ക് അത് തിരിയണമെങ്കിൽ ലെഫ്റ്റിലേക്ക് ഓടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മിറർ രണ്ടും നോക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതിനകത്തുനിന്ന് ഈ മിററിനകത്ത് ലെഫ്റ്റിലേക്കുള്ള തിരിവ് കട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റൈറ്റിലേക്ക് ഈ ട്രെയിലർ മാറും. അപ്പോൾ ആ മിററിൽ അപ്പം തന്നെ നോക്കിയേക്കണം. അത് നോക്കുമ്പോൾ കാണാൻ പറ്റും അത് റൈറ്റിലേക്ക് പോകുന്നത് ട്രെയിലർ. അപ്പോൾ റൈറ്റിലേക്ക് തിരിച്ചു കൊടുക്കുക. അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ പതിയെ തിരിച്ച് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഈ വണ്ടി റിവേഴ്സ് കൊണ്ടുപോകാൻ പറ്റും സ്ട്രെയിറ്റ് ആയിട്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അത് കുറേ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ വണ്ടി തന്നെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കും. കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ലെഫ്റ്റും റൈറ്റും ഒന്നും തിരിക്കണ്ട, നമ്മൾ പറയണ മാതിരി വണ്ടി അങ്ങ് പൊക്കോളൂ. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ ഇത് ഫസ്റ്റ് പഠിക്കേണ്ട കാര്യമാണ്. സ്ട്രെയിറ്റ് റിവേഴ്സ് എടുക്കാനായിട്ടാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ അതിന് ചെയ്യേണ്ട ടെക്നിക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എങ്ങനെയാണ്,
റൈറ്റിലേക്ക് ടെയില് മാറുവാണെങ്കിൽ, ട്രെയിലറിന്റെ ടെയില് റൈറ്റിലേക്ക് മാറുവാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം, ലെഫ്റ്റിലേക്ക് മാറുവാണെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിക്കണം. അപ്പൊ അത് ഒരുപാട് മാറാൻ നിൽക്കണ്ട. അപ്പൊ നമ്മുടെ ടെയില് ഈ മിററിനകത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മിററിനകത്ത് രണ്ട് സൈഡ് ഒരേമാതിരി കാണുവാണെങ്കിൽ അത് സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റിലേക്ക് ഇച്ചിരി മാറുമ്പോഴാണ് മിററിനകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ ടെയിലിനെ. അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിക്കുക. റൈറ്റിലേക്ക് മിററിനകത്ത് കാണാൻ തുടങ്ങുമ്പോൾ ടെയിൽ കറക്റ്റായിട്ട് കാണാൻ തുടങ്ങുകയാണെങ്കിൽ റൈറ്റിലേക്ക് തിരിക്കുക. അപ്പോൾ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ബേസിക് തിയറി. ബാക്കിയുള്ളത് നമുക്ക് മുന്നോട്ട് പഠിക്കും. ഇത് പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 90 ഡിഗ്രിയും 45 ഡിഗ്രിയും എക്സും വൈയും എല്ലാം സിമ്പിളായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടി മുന്നോട്ട് ഓടിച്ച് പോയി കഴിയുമ്പോൾ ഞാൻ വല്ല ചായ കുടിക്കാൻ നിർത്തോ എന്തെങ്കിലും ചെയ്യാൻ നേരത്ത് ഈ വണ്ടി ഇപ്പോൾ ലോഡഡ് വണ്ടിയല്ലേ, ലോഡ് വണ്ടിയാണ്. അപ്പോൾ ലോഡ് വണ്ടി എങ്ങനെ റിവേഴ്സ് എടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ പഠിക്കുന്നത്. കേട്ടല്ലോ? അത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഓടിച്ച് പോകുമ്പോൾ ഏതെങ്കിലും ചായ കുടിക്കാൻ നിർത്തുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ നിർത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ചാൽ ഇച്ചിരി കയറ്റി നിർത്തിക്കും. കയറ്റി നിർത്തിയതിന് ശേഷം അത് റിവേഴ്സ് എടുത്ത് റെഡിയാക്കിക്കോളാൻ പറയും. അത് ചിലപ്പോൾ റോട്ടിൽ തന്നെ ചെറുതായിട്ട് റോട്ടിലായിട്ടൊക്കെ നിർത്തിക്കും, എന്നിട്ട് റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വൈ മാതിരിയുള്ള പാർക്കിങ്, എക്സ് മാതിരിയുള്ള പാർക്കിങ് പഠിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. ഓക്കെ, വിട്ടു. ഏറായോ? പ്രശാന്ത് ഇപ്പൊ എൻ്റെ കൂടെ വരുന്ന ആരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ പ്രശാന്ത് ടോറസ് അമാര് വണ്ടികൾ ഓടിച്ച് നല്ല പരിചയമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ ലോഡ് വണ്ടി ഫോർവേഡ് എടുക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ലാതെ വണ്ടി എടുക്കാൻ പറ്റുന്നത്. ഇത് ആര് ചോദിക്കുകയാണെങ്കിലും ഞാനിപ്പം ഇപ്പോഴേ ക്ലിയർ ആയിട്ട് പറയുന്നു, ഈ വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത ടോറസ് അല്ലെന്ന് വെച്ചാൽ ഒരു 10-30 ടൺ കയറ്റി വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത ആർക്കും ട്രെയിലർ ഓടിക്കാൻ എളുപ്പമല്ല. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പ്രശാന്തിനാണെങ്കിൽ പോലും ഈ വണ്ടി ഇത്രയും നീളമുള്ളത് കൊണ്ട് വണ്ടി ഫോർവേഡ് എടുക്കുമ്പോൾ എത്ര കണ്ട് അതിനൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു സ്വന്തമായിട്ട് വണ്ടി കിട്ടി കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മാറും. പിന്നെ സാധാരണ ഒരു കാർ എടുക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സിംഗിൾ ബോഡി വണ്ടി എടുക്കുന്ന മാതിരിയോ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ ഞാനിവിടെ വണ്ടി നിർത്തി കിടന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ലേക്കാണ്. ലേക്ക് മീൻസ് ഒരു തേരി, എന്താ പറയുന്നത്, കുളമല്ല, ഒരു തേരിയോ എന്തോ അങ്ങനെ പറയും. ഇത് കണ്ടോട്ടോ, കാണിച്ചു തരാം. വലിയ തരണോ. ഇപ്പൊ ചെന്നൈയിൽ നിന്ന് വിട്ടേക്കുന്നതാണ്. ചെന്നൈ കൃഷ്ണഗിരി റോഡാണത്. ചെന്നൈ കൃഷ്ണഗിരി എന്നല്ല കേട്ടോ, ഇത് ചെന്നൈ ബോംബെ പൂനെ ബോംബെ ഒക്കെ പോകാനായിട്ട് റോഡാണ്. NH 48 നാഷണൽ ഹൈവേ 48 ആണിത്. ഇത് കൃഷ്ണഗിരി ബാംഗ്ലൂര് ബോംബെ പോകുന്ന കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് അല്ലേ കാണുന്നത്. മലകള്, ഫുൾ മല.
മലകളും ഈ പച്ചപ്പും എല്ലാം കൂടി ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഇപ്പോൾ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ക്യാമറാമാൻ ജിജോയോടൊപ്പം പ്രശാന്ത് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയിൽ കാണാം.